സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി നമ്മൾ. NaOH എന്ന് എഴുതി, HCl എന്ന് എഴുതി. സോ NaOH എന്താണെന്ന് അറിയണം, HCl എന്താണെന്ന് അറിയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതിൽ നിന്നാണ് നമ്മൾ അത് ആസിഡ് ആണോ ബേസ് ആണോ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ അറിയുന്നത്. സോ രണ്ടും സ്ട്രോങ് ആണ് അല്ലെങ്കിൽ രണ്ടും വീക്ക് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ന്യൂട്രൽ ആണ് വരിക. ഒന്ന് സ്ട്രോങ് ഉള്ളത്, അത് സ്ട്രോങ് ബേസ് ആണെങ്കിൽ അത് ബേസിക് ക്യാരക്ടർ കാണിക്കും. സ്ട്രോങ് ആസിഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് അസിഡിക് ക്യാരക്ടർ കാണിക്കും. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക കേട്ടോ അത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കോമൺ അയൺ എഫക്റ്റ് ആണ്. കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി സപ്രഷൻ ഓഫ് ദി ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ആഡിങ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയൺ. ഒരു വീക്ക് ആസിഡോ അല്ലെങ്കിൽ ഒരു വീക്ക് ബേസോ ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക, CH3COH ആസിഡ് ആണ്, അത് ഡിസോസിയേറ്റ് ചെയ്തു. CH3CONA അത് ആസിഡ് ആണ്, അത് രണ്ട് അയേൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ നോക്കുക NH4OH NH4Cl അതും എന്താണ്, ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. അത് ബേസ് ആണ്, രണ്ടും എന്താണ് NH4+OH- എന്ന് പറഞ്ഞ് ഡിസോസിയേറ്റ് ആയിട്ടുണ്ട്. സോ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറയ്ക്കാൻ നമ്മൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് എങ്ങനത്തെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം, കോമൺ അയൺ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റത്തെ CH3COOH എന്നുള്ളത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO- H+ ആയിട്ട് രണ്ടായിട്ട് മാറുന്നുണ്ട്. സോ നമുക്ക് കോമൺ അയൺ വരുന്ന വേറൊരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഈ CH3COONA. അങ്ങനെ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാൻ കാരണം എന്താ, CH3COO- എന്നുള്ള കോമൺ അയൺ വരുന്ന ഒരു ഇലക്ട്രോലൈറ്റ് വേണം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ CH3COO- വരുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ് CH3COONA എന്നുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്യും അതിലോട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ, ആ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ള അയോൺസുകളുടെ എണ്ണം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ അയൺ വരുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഒന്നുകൂടി കൂടുതലായി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒന്നുകൂടി കൂടുതലായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്റെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കണേ, ഞാൻ ഈ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കണം നിങ്ങൾ. CH3COH എന്നുള്ളൊരു ഇലക്ട്രോലൈറ്റ് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO- H+ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ അതെന്താണ്, അത് അയോൺസ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ, അയോൺസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് എവിടെ വരണം, ഈ അയോൺസ് ആയിട്ട് മാറിയ സ്ഥലത്ത് കൂടുതൽ പ്രൊഡക്റ്റ് വന്നാലേ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ അവിടെ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമൺ അയൺ ഉള്ള, അതായത് CH3COO- വരുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഭാഗത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു. അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് CH3COONA. അങ്ങനെ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തപ്പോൾ എന്തായി, അവിടെ പ്രൊഡക്റ്റ് കൂടി, അയോൺസുകളുടെ എണ്ണം കൂടുകയും ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ദി ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദി ആഡിങ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയൺ. ഓക്കെ, ഓക്കെ മാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ബഫർ സൊല്യൂഷൻ ആണ്. ബഫർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് change in pH on dilution or with the addition of small amount of acid or alkali is called buffer solution. അതായത് ഒരു സൊല്യൂഷനിൽ നമ്മൾ കുറച്ച് ആസിഡോ ബേസോ വാട്ടറോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ pH വാല്യൂ മാറും. ഏതൊരു സൊല്യൂഷനിലും നമ്മൾ കുറച്ച് ആസിഡ് ചേർത്തു, അല്ലെങ്കിൽ കുറച്ച് ബേസ് ചേർത്തു, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തു, ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ pH വാല്യൂവിൽ മാറ്റം വരും. നമുക്കറിയില്ലേ pH, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് 0 to 14 ആണ് അതിന്റെ വാല്യൂ വരിക, ന്യൂട്രൽ വരുന്നത് 7 ആണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
സോ അതിന്റെ പി എച്ച് വാല്യൂല് നമ്മൾ ഈ പറയുന്ന ആസിഡോ ബേസോ വെള്ളമൊക്കെ ചേർത്താല് പി എച്ച് വാല്യൂ മാറും. ഇനി പി എച്ച് വാല്യൂ മാറാതെ നിലനിർത്താൻ പറ്റിയാല് അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഈ പറയുന്ന ആസിഡും ബേസും വെള്ളവും ഒക്കെ ചേർത്തിട്ടും ആ ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂയിൽ ഒരു മാറ്റവും വരുന്നില്ല. അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒന്നാണ് നമ്മളെ ഹ്യൂമൻസിന്റെ ബ്ലഡ്, നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ്. ഇനി രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ആണുള്ളത്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫർ എന്ന് പറയുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഇനി ബേസിക് ബഫർ എന്ന് പറയുന്നത് വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ബേസിക് ബഫർ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻ ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് വണ്ട് പറയാനുള്ളതാണ് സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്, അതായത് KSP. It is defined as the product of the molar concentration of iron of a sparingly soluble salt in a saturated solution. അതായത് നമുക്ക് സോലിബിലിറ്റി തന്നിട്ട് സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറയും. ഒരു സോലിബിലിറ്റി വാല്യൂ നമുക്ക് തരും, അതായത് എസിന്റെ വാല്യൂ നമുക്ക് തരും. എന്നിട്ട് ഈ ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളെ ഈ ഒരു സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ASA.BSB എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. എസിന്റെ വാല്യൂ നമുക്ക് തരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. BaSO4 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോ BaSO4 എന്ന് തന്ന് ഫസ്റ്റ് BaSO4 എന്നുള്ളത് എന്താണ്? 1:1 വരുന്നത്. 1:1 എന്ന് പറയുമ്പോൾ രണ്ടും ഒരേന്നുള്ളൂ. BA ഒന്നുള്ളൂ, SO4 എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അപ്പൊ അതാണ് 1:1 എന്ന് പറയുന്നത്. ഇനി 1:1 എന്ന് പറയുമ്പോൾ ASA എന്നുള്ളിടത്ത് 1s⁻1 വരും ഇൻറ്റു 1s⁻1 വരും. അപ്പൊ ഇവിടെ എസിന്റെ വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇനി രണ്ടാമത് നോക്കാം. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, പക്ഷെ OH രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 1:2 റേഷ്യോയിലാണ് ഇത് വരുന്നത്. സോ 1s1 വരും, 2s2 ആണ് അവിടെ വരിക. ബിയുടെ വാല്യൂ എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. സോ ആ എസിന്റെ വാല്യൂ കൂടി അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ പറയുന്നത് AL ഒന്നേ ഉള്ളൂ, OH 3 ഉണ്ട്, അതായത് 1:3 ആണ് വരുന്നത്. അത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ 1s⁻1 ഇൻറ്റു 3s⁻3 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എങ്ങനെ കിട്ടും? 27ന്റെ കൂടെ എസിന്റെ വാല്യൂ കൂടി വരും, ⁻4. അങ്ങനെയാവും നമുക്ക് ആൻസർ കിട്ടുക. ഇതും കൂടി പ്രോബ്ലം ഒന്നും എന്റെ കയ്യിലില്ല. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു, ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഈ ചാപ്റ്ററിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് പ്രോബ്ലം വരുമോ എന്നുള്ളതും എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് കാണണമെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ ഇതാണെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് തന്നിട്ടുള്ള ഈ സൊല്യൂഷൻസിൽ റേഷ്യോ എഴുതാനും, ഫസ്റ്റത്തെ എത്രയാണോ ഒന്നാണെങ്കിലും 1 അതേ റേഷ്യോ രണ്ടാമത്തെ എത്രണ്ണം ഉണ്ട് നോക്കുക. ബ്രേക്കറ്റ് ഇട്ടിട്ട് 2, 3, 4 എന്നൊക്കെ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 1:3 അല്ലെങ്കിൽ 4, 5 അങ്ങനെയൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ പറയുന്ന സോലിബിലിറ്റിന്റെ വാല്യൂ നമുക്ക് തരും, എസിന്റെ വാല്യൂ നമുക്ക് തരും. ഇപ്പൊ എസിന്റെ വാല്യൂ ജസ്റ്റ് 25 ആണെന്ന് വിചാരിക്കുക. അപ്പോ A × 25 ഇൻറ്റു B × 25 അങ്ങനെ ആ എസിന്റെ വാല്യൂലോട്ടും ആ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഈ ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. മാം ബഫർ സൊല്യൂഷന്റെ ഒന്നും കൂടി പറയൂ. ബഫർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ള സൊല്യൂഷനിലോട്ട് നമ്മൾ ആസിഡോ ബേസോ വെള്ളോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബഫർ സൊല്യൂഷന്റെ നമ്മളെ കയ്യിലുള്ള സൊല്യൂഷന്റെ pH വാല്യൂ മാറും.
അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും സൊല്യൂഷനിൽ നമ്മൾ ആസിഡോ ബേസോ വെള്ളമോ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ pH വാല്യൂ മാറുന്നില്ലെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാ. സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH, അത് റെസിസ്റ്റ് ചെയ്യാണ്, അതിന്റെ pH ചേഞ്ചിങ് റെസിസ്റ്റ് ചെയ്യാണ് ഓൺ ഡയലൂഷൻ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി, അതായത് ബേസ്, ആസിഡോ ബേസോ, ഇതിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മളെ ഹ്യൂമൻസിന്റെ ബ്ലഡ് pH വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അത് pH വാല്യൂല് അതിലൊരു മാറ്റം വരില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ബ്ലഡ് സൊല്യൂഷന്റെ ഇതിലാണോ ഇൻക്ലൂഡ് ആണ്? ബ്ലഡ് നമ്മുടെ ബ്ലഡ് ഒരു സൊല്യൂഷൻ അല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മുടെ ബ്ലഡ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി 13ാമത്തെ ചാപ്റ്റർ ആണ്, മൊഡ്യൂൾ 5ല് 13ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി. സോ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? ആദ്യം ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് അറിയണം. Is the branch of chemistry that deals with the relationship between chemical energy and electrical energy and their interconversion. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കിയിട്ടും കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വരേണ്ടതാണ്. ഇലക്ട്രിക്കൽ ആയിട്ട് വരുന്ന എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും, കെമിക്കലിൽ വരുന്ന എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി. സോ ഇങ്ങനെ മാറ്റാന്, അതായത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റണം, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റണം, ഇങ്ങനെ മാറ്റാൻ സഹായിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയാം. നമുക്ക് കിട്ടുന്ന എനർജി വേറൊരു എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ല് യൂസ് ചെയ്തിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കെമിക്കൽ എനർജിയിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെല്ല് യൂസ് ചെയ്യണം. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ഒരു സെല്ല് യൂസ് ചെയ്യണം. These are devices that convert chemical energy into electrical energy or electrical energy into chemical energy. ഇതിനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയാം. സോ 2 ടൈപ്പ് സെല്ല് വരുന്നുണ്ട്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാൽവാനിക് അല്ലെങ്കിൽ എന്താണ് വോൾട്ടായിക് സെല്ല്. ഇതെന്താ ചെയ്യുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഇനി രണ്ടാമത് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് അല്ലെങ്കിൽ ഫാരഡേയിക് സെല്ല് എന്ന് പറയും. അപ്പൊ 2 ടൈപ്പ് സെല്ല് നമ്മൾ പഠിച്ചു. കെമിക്കൽ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സെൽസ് ആണ് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക്. ഇനി ഇലക്ട്രിക്കലിന് കെമിക്കൽ ആക്കി മാറ്റുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് അല്ലെങ്കിൽ ഫാരഡേയിക് സെല്ല് എന്ന് പറയും. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സെല്ലാണ് ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? കെമിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നത്. These are devices that convert chemical energy of some redox reaction to electrical energy. അതായത് നമുക്ക് കെമിക്കൽ എനർജി വഴി കിട്ടുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നു വഴി നമുക്ക് കിട്ടുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ് ഗാൽവാനിക് സെല്ല്. ഇനി അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല് എന്ന് പറയും. ഇനി ഗാൽവാനിക് സെല്ലിന്റെ അകത്ത് വരുന്ന ഒരാളാണ് ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത്. സോ ഒരു കാരണവശാലും കൺഫ്യൂഷൻ വരരുത്. ഞാൻ പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയില് കെമിക്കലിനെ ഇലക്ട്രിക്കൽ ആക്കിയിട്ടും ഇലക്ട്രിക്കലിനെ കെമിക്കൽ ആയിട്ടും മാറ്റുന്നതാണ്. സോ കെമിക്കലിനെ ഇലക്ട്രിക്കൽ ആക്കി മാറ്റുന്ന സെല്ലാണ് ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ലിന്റെ അകത്ത് വരുന്ന ഒരു സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത്. ഈ ഡാനിയൽ സെല്ലിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡാനിയൽ സെല്ല് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡാനിയൽ സെല്ലിന് 2 പാർട്ട് ഉണ്ട്.
ഡാനിയൽ സെല്ലിന് 2 പാർട്ടാണുള്ളത്. അതായത് 2 ഹാഫ് സെല്ലുകളാണ് ഡാനിയൽ സെല്ലിന് ഉള്ളത്. ഒരു ഹാഫ് സെല്ലിനെ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെല്ല് എന്നും മറ്റേ ഹാഫ് സെല്ലിനെ നമ്മൾ റിഡക്ഷൻ ഹാഫ് സെല്ല് എന്നാണ് പറയാം. ഓക്സിഡേഷൻ ഹാഫ് സെല്ല്, റിഡക്ഷൻ ഹാഫ് സെല്ല്. ഇനി ഓക്സിഡേഷൻ ഹാഫ് സെല്ല് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓക്സിഡേഷൻ ഹാഫ് സെല്ല് സിങ്ക് റോഡ് മുക്കി വെച്ചിട്ടുള്ളത്, സിങ്ക് റോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. സിങ്ക് റോഡ് അല്ലെങ്കിൽ സിങ്കിന്റെ വടി അത് മുക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷനെ നമ്മൾ എന്തിനാ മുക്കി വെച്ചിട്ടുള്ളത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് അത് മുക്കി വെച്ചിട്ടുള്ളത്. സിങ്ക് വടി നമ്മൾ മുക്കി വെക്കേണ്ടത് സിങ്ക് അയോൺസ് ഉള്ള സൊല്യൂഷനിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റ് കാണുന്ന റിഡക്ഷൻ ഹാഫ് സെല്ല്, അതായത് ഇത്. ഈ റിഡക്ഷൻ ഹാഫ് സെല്ലില് ഒരു കോപ്പർ റോഡ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു കോപ്പർ വടിയുണ്ട്. ഈ കോപ്പർ റോഡ് നമ്മൾ മുക്കി വെച്ചിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. അതായത് എന്താണ്, കോപ്പർ അയോൺസ് ഉള്ള സൊല്യൂഷനിൽ വേണം നമ്മൾ മുക്കി വെക്കാൻ. സോ അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് നമ്മളത് മുക്കി വെച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിന് ഒരുപാട് ക്വസ്റ്റ്യന് വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ മാം. ഇനി ഓക്സിഡേഷൻ ഹാഫ് സെല്ലില് ആനോഡിക് റിയാക്ഷൻ ആണ് നടക്കുക. റിഡക്ഷൻ ഹാഫ് സെല്ലില് കാഥോഡിക് റിയാക്ഷൻ ആണ് നടക്കുക. സോ അതിന്റെ റിയാക്ഷനും നമ്മൾ എഴുതാൻ പഠിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഓക്സിഡേഷൻ ഹാഫ് സെല്ലില് ആനോഡിക് റിയാക്ഷൻ ആണ് നടക്കുക എന്ന് പറഞ്ഞു. സിങ്ക് റോഡാണ് മുക്കി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ എഴുതുന്നത്? ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ നമ്മൾ റിയാക്ഷൻ എഴുതുന്ന രീതിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ആറ്റം ആണ് എഴുതുക. സിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിങ്ക് 2+, പിന്നെയാണ് നമ്മൾ അയോൺസ് എഴുതുന്നത് 2E-. അങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. ഇനി റിഡക്ഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ കാഥോഡിൽ വരുമ്പോ ആദ്യം നമ്മൾ എന്താണ് എഴുതുക? ആദ്യം അയോൺസിന്റെ സ്റ്റേറ്റ് ആണ് എഴുതുക. അതായത് Cu2+, 2E-, പിന്നെയാണ് നമ്മൾ അവിടെ ആറ്റം എഴുതുക Cu. അതായത് അവിടെ നമ്മൾ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ആദ്യം സിങ്ക്, പിന്നെ സിങ്ക് 2+, 2E-. ഇവിടെ വരുന്നത് കോപ്പർ 2+, 2E-, കോപ്പർ. അങ്ങനെയാണ് റിഡക്ഷനിൽ വരുന്നത്. ഇത് നമ്മോട് ചിലപ്പോൾ എഴുതാൻ ചോദിക്കും കേട്ടോ. ഡാനിയൽ സെല്ലിന്റെ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എന്താന്ന് പറഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ ചോദിക്കും. അതിപ്പോ ഡാനിയൽ സെല്ല് ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും സെല്ല് തന്നിട്ട് നമ്മോട് എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പിക്ചർ തരും, അല്ലെങ്കിൽ ആനോഡ് ഇതാണ് കാഥോഡ് ഇതാണെന്നൊക്കെ പറയും. അപ്പൊ ആനോഡ് ഭാഗത്ത് നടക്കുന്ന റിയാക്ഷൻ എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞു. ആദ്യം ആറ്റം എഴുതണം, പിന്നെയാണ് അയോൺസ് എഴുതുക. കാഥോഡ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം അയോൺസ് എഴുതണം, പിന്നെയാണ് ആറ്റം എഴുതുക. ഈ രീതി ഇതേപോലെ തന്നെ എഴുതി തന്നെ പഠിക്കുക. ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് എഴുതി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവില്ല. സോ ആനോഡിക് റിയാക്ഷൻ എഴുതുന്നതും കാഥോഡിക് റിയാക്ഷൻ എഴുതുന്നതും ഞാൻ പറഞ്ഞു. ഇത് ഇതേപോലെ തന്നെ ചെയ്യണം. ഇനി ഇവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ലോണ് RRCP എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ലോൺ എന്ന് പറയുമ്പോൾ ലോണ് ലെഫ്റ്റില് വരുന്നത് ഏതാ? ലെഫ്റ്റ്. ഇതാണ് ലെഫ്റ്റില് വരുന്നത് ലോണ്. ലെഫ്റ്റിൽ വരുന്നതാണ് ഓക്സിഡേഷൻ ആണ്, ആനോഡിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആനോഡിക് റിയാക്ഷനിൽ നെഗറ്റീവ് ചാർജ് ആണ്. അതാണ് ലോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലെഫ്റ്റിലാണ് ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആനോഡിക് റിയാക്ഷൻ ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റൈറ്റിൽ വരിക. ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്താ വരിക? റൈറ്റ് ആണ് വരിക. പിന്നെ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് റിഡക്ഷൻ ആണ് വരിക. പിന്നെ ആനോഡ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കാഥോഡ് ആണ് വരിക. നെഗറ്റീവ് ചാർജിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് വരിക, അതായത് RRCP. അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും. മാം, ആനോഡിക് ആൻഡ് കാഥോഡിക്കിന്റെ ഒന്ന് എക്സ്പ്ലെയിൻ പറഞ്ഞുതരൂ? ജസ്റ്റ് റിയാക്ഷൻ എഴുതുന്നതല്ലേ ചോദിച്ചേ? അല്ല, അതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന്. ആനോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജിനാട്ടോ നമ്മൾ ആനോഡ് എന്ന് പറയാം. പോസിറ്റീവ് ചാർജ് ആണ് കാഥോഡ്.
ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് റിയാക്ഷൻസ് തന്നു. നമ്മളെ കയ്യില് ആനോഡിന്റെ റിയാക്ഷനും ഉണ്ട്, കാഥോഡിന്റെ റിയാക്ഷനും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷൻ കാണാൻ ചോദിക്കും. രണ്ട് ഹാഫ് സെല്ലിന്റെയും ടോട്ടൽ റിയാക്ഷന് അല്ലെങ്കിൽ ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷന് ഒക്കെ പറയുന്നത്. ടോട്ടൽ സെൽ റിയാക്ഷന്, നെറ്റ് സെൽ റിയാക്ഷൻ എന്നൊക്കെ പറയാം. അതായത് ഇപ്പോ ഒരു സെല്ല്, ഇതൊരു സെല്ലാണ്, ഇത് വേറൊരു സെല്ലാണ്, ഇത് ഒരു ഹാഫ് സെല്ലാണ്, ഇതൊരു ഹാഫ് സെല്ലാണ്. ഈ സെല്ലിന്റെ റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഈ സെല്ലിന്റെ റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലേ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ സെൽ റിയാക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ആനോഡിന്റെ റിയാക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, കാഥോഡിന്റെ റിയാക്ഷൻ ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആ സെല്ലിന്റെ റിയാക്ഷൻ നമുക്ക് അറിയണ്ടേ? നെറ്റ് സെൽ റിയാക്ഷൻ നമുക്ക് എഴുതാൻ അറിയണം. അത് എഴുതാൻ അറിയുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാഥോഡിക് റിയാക്ഷൻ, ആനോഡിന്റെ റിയാക്ഷൻ ഉണ്ട്, കാഥോഡിന്റെ റിയാക്ഷനും ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതേണ്ടത് നോക്കാം. രണ്ട് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ കോമൺ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരാൾ 2e- ആണ്. അപ്പൊ 2e- നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ലെഫ്റ്റിലുള്ളത് ആരാണോ അത് അതേപോലെ എഴുതുക, റൈറ്റിലുള്ളത് ആരാണോ അത് അതേപോലെ എഴുതുക. ലെഫ്റ്റില് സിങ്ക് ഉണ്ട്, Cu2+ ഉണ്ട്, സിങ്ക് പ്ലസ് 2 Cu2+. ദെൻ ആരോ മാർക്ക് അതേപോലെ ഇട്ടു. റൈറ്റില് സിങ്ക് 2+ ഉണ്ട്, Cu ഉണ്ട്, സിങ്ക് 2+ ഉണ്ട്, Cu ഉണ്ട്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് സെൽ റിയാക്ഷൻ ആയി, അല്ലെങ്കിൽ ടോട്ടൽ സെൽ റിയാക്ഷൻ ആയി. ഇങ്ങനെയാണ് നമുക്ക് റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ സെൽ റിയാക്ഷൻ എഴുതുക കേട്ടോ. മനസ്സിലായല്ലോ? കോമൺ ഉള്ളത് ഏതാ നോക്കുക. കോമൺ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലെഫ്റ്റിൽ എന്തൊക്കെയുണ്ട് അത് അതേപോലെ എഴുതുക, റൈറ്റിൽ എന്തൊക്കെയുണ്ട് അത് അതേപോലെ എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷൻ നമുക്ക് കിട്ടി. ഇനി വേറെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സിങ്കിന്റെയും സിൽവറിന്റെയും ആണ് നമുക്കിവിടെ എക്സാമ്പിൾ തന്നിട്ടില്ല കേട്ടോ. സിങ്ക് 2+ 2e- ആനോഡിക് റിയാക്ഷൻ ആണ്. ഇവിടെ കാഥോഡിക് റിയാക്ഷൻ ആയിട്ട് വരുന്ന സിൽവർ ആണ്. അപ്പൊ അത് ഞാൻ എഴുതി കാണിക്കാം. സിങ്ക് 2+ + 2e- നമ്മളെ കയ്യിലുണ്ട്. സിൽവറിന്റെ നമുക്ക് വരുന്നത് Ag + E- Ag ആണ്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് റിയാക്ഷൻ തന്നാൽ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല, രണ്ടിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ഒന്നുമില്ല. കാരണം ഇവിടെ 2e ആണ്, ഇവിടെ വെറും E മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സ്റ്റേജില് E മാത്രം വരുന്ന ഇക്വേഷനിൽ നമ്മൾ ഇൻറ്റു 2 ചെയ്യുക, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? എല്ലായിടത്തും 2 വരും. 2Ag+ വരും, 2e- വരും, 2Ag വരും. അങ്ങനെയാവും കിട്ടുക. ആ കിട്ടിയതാണ് നമ്മുടെ എഴുതിയിട്ടുള്ളത്. 2Ag+ 2e- 2Ag. എന്നിട്ട് നമ്മൾ കോമൺ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. 2e- 2e- കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ്, ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് എഴുതുക, റൈറ്റിലുള്ളത് റൈറ്റ് എഴുതുക. അപ്പൊ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടി. ഓക്കെ. ഇതൊന്നും കൂടി പറഞ്ഞുതരുമോ? മനസ്സിലായില്ല. ഞാന് സിങ്കിന്റെ ഇതന്നെ കേട്ടോ, സിങ്ക് 2+ 2e-. ഇനി സിൽവർ ആണ് നമുക്ക് കാഥോഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ സിൽവറിന്റെ വരുന്നത്, സിൽവർ ഒരയോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് സിൽവറിൻ്റെത് വരുന്നത് Ag + E- Ag. ഇങ്ങനെയാണ് സിൽവറിന്റെ കാഥോഡിക് റിയാക്ഷൻ വരുന്നത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഇക്വേഷനും വെച്ചിട്ടാണ്, ഇത് കാഥോഡാണ് ഇത് ആനോഡാണ്, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതേണ്ടത്. രണ്ടിലും കോമൺ ഉള്ളത് കട്ട് ചെയ്ത് കളയാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. അതായത് ഇവിടെ 2e ആണ്, 2e2+ ആണ്, ഇവിടെ വെറും E+ ഉള്ളൂ. 2e- ഇല്ലല്ലോ, 2e- ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ വെറും E- ഉള്ളൂ. നമുക്ക് 2e- ഇല്ല. സോ അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഒരേപോലെ ഉള്ളതേ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ.
സോ അതുകൊണ്ട് അത് ഒരേപോലെ ആക്കണം. നമ്മൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2e വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ × 2 ചെയ്യണം. അവിടെ × 2 ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? 2ag പ്ലസ് കിട്ടും, 2e മൈനസ് കിട്ടും, 2ag കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടും നമുക്ക്. കാരണം എല്ലാ ഭാഗവും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. എല്ലായിടത്തും 2 വരും. അപ്പൊ ഇവിടെ നമുക്ക് 2e മൈനസ് വന്നു. സോ ഇവിടെയും 2e മൈനസ് ഉണ്ട്. സോ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു നമ്മള്, ഇതും കട്ട് ചെയ്ത് കളയും. അങ്ങനെ ആ ഭാഗവും ഈ ഭാഗം കൂടി കട്ട് ചെയ്ത് കളഞ്ഞാല് പിന്നെ ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റിലും എഴുതാം, റൈറ്റിലുള്ളത് റൈറ്റിലും എഴുതാം. അതായത് 2ag സിങ്ക് അല്ലെ, സിങ്ക് 2ag. ദെൻ പിന്നെ റൈറ്റിൽ എന്തുണ്ട്? സിങ്ക് 2+ ഉണ്ട്, 2ag ഉണ്ട്. സിങ്ക് 2+ ഉണ്ട്, 2ag. അത്രേ ഉള്ളൂ. അതായത് നേരത്തെ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോ രണ്ടും കോമൺ ആയിരുന്നു. അതായത് 2e മൈനസ് രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വന്നപ്പോ 2e മൈനസ് കട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് അത് 2e മൈനസ് ആക്കണം. കട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ട് അത് കോമൺ ആക്കിയിട്ട് അത് കട്ട് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റിലുള്ള ലെഫ്റ്റിലും എഴുതാം, റൈറ്റിലുള്ളത് റൈറ്റിലും എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാന് ഡാനിയൽ സെല്ല് അല്ലെ, ഡാനിയൽ സെല്ല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് കോപ്പർ ആണെന്നൊക്കെ പറഞ്ഞു. സിങ്ക് റോഡ് മുക്കി വെച്ചിട്ടുള്ളത് സിങ്ക് സൾഫേറ്റിലാണ്, കോപ്പർ റോഡ് മുക്കി വെച്ചിട്ടുള്ളത് കോപ്പർ സൾഫേറ്റിലാണെന്നൊക്കെ പറഞ്ഞു. അതായത് സിങ്ക് ഇലക്ട്രോഡ്, കോപ്പർ ഇലക്ട്രോഡ് എന്നൊക്കെ പറയാം നമുക്ക്. ഈ ഒരു ഇലക്ട്രോഡിനെ ലോസ് ചെയ്യാനും ഗെയിൻ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് സിങ്കിന് ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാവും കഴിവുണ്ടാവുക, കോപ്പറിനാണെങ്കിൽ ആ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനാവും കഴിവുണ്ടാവുക. അങ്ങനെ ഓരോ ഇലക്ട്രോൺസിനും ഒന്നെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള കഴിവായിരിക്കും. ഇങ്ങനെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെയോ അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ tendency of a metal to lose or gain electron when it is in contact with its own solution. അതായത് നമ്മൾ അതിന്റെ സൊല്യൂഷൻ തന്നെ മുക്കി വെക്കുമ്പോൾ, സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും മുക്കി വെക്കുമ്പോൾ സിങ്ക് മേ ബി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളതും കോപ്പർ മേ ബി ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ കഴിവുള്ളതും ആയിരിക്കും. അപ്പോ സിങ്കിന്റെ കഴിവ് എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണ്. കോപ്പറിന്റെ കഴിവ് എന്താണ്? ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനാണ്. ഇങ്ങനെ ഓരോ ഇലക്ട്രോഡിനും അതിൻ്റെതായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഇങ്ങനെ സ്വീകരിക്കാനാണോ വിട്ടുകൊടുക്കാനോ ആണോ ഉള്ളതുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി എന്തിനാണ്? ഒന്നെങ്കിൽ ഇലക്ട്രോൺ സ്വീകരിക്കാനാണ്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനാണ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. The tendency of a metal to lose or gain electron when it is in contact with its own solution is called electrode potential. മനസ്സിലായല്ലോ? മനസ്സിലായി മാം. അപ്പോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മള് അത് സ്ലൈഡിലില്ല, നോട്ട് എഴുതുമ്പോൾ ഞാൻ എഴുതുന്നത് നോട്ടിലോട്ട് മാറ്റി എഴുതുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് mn പ്ലസ് ne മൈനസ് m. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് mn പ്ലസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് mn പ്ലസ് ഡിവൈഡ് ബൈ m വരും. അതായത് ഈ m എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മെറ്റൽ, ഇതിന്റെ അയോണ്, പിന്നെ ഇത് മെറ്റൽ, അങ്ങനെയാണ് വരുന്നത്. എക്സാമ്പിൾ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഇപ്പൊ സിങ്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇങ്ങനെ എഴുതാം. സിങ്ക് 2+ അല്ലേ, 2+ ബാർ സിങ്ക്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതുക. ഇനി നേരത്തെ ഞാൻ സിൽവറിന്റെ കാണിച്ചു തന്നു അല്ലെ, Ag. അപ്പൊ അതെന്ത് വരും? സിങ്ക് Ag 2+ അല്ല, Ag വെറും 1 ഉള്ളൂ. അപ്പൊ പ്ലസ് ബാർ Ag.
ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് മെറ്റൽ N പ്ലസ് അതിന്റെ അയോണ് ബാർ മെറ്റൽ, അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മോട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാല് തന്നിട്ട് എഴുതേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം ഏതാണെന്നുള്ളത് മെറ്റൽ എഴുതുക, ദെൻ N പ്ലസ് ബാർ M അങ്ങനെ എഴുതാം. കുറച്ച് ആർക്കും വലിയ മണ്ടാട്ടൊന്നും ഇല്ലല്ലോ, കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ചാപ്റ്റർ ആണോ? ഫസ്റ്റ് കുറച്ച് ഇതുണ്ടായി, ഇപ്പൊ പറയുന്നത് മനസ്സിലാവും. ആ ഫസ്റ്റ് കുറെ ഇക്വേഷനിൽ കാണിച്ചിട്ട് അപ്പൊ കുറച്ച് ഇതുണ്ടായി. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടും ഉണ്ട്, കുറച്ച് ഉറക്കം വരുന്നുണ്ട്. പറയാം. ഞാനിവിടെ ജോലിക്ക് കയറിട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 7 മണി എന്ന് പറയുമ്പോ ഇവിടെ സൗദിയിൽ 4:30 ടൈം. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തില്ല. അപ്പൊ അതാണ് എനിക്ക് ഇവിടെ 6:30 നാട്ടില് 9 മണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ഒന്ന് ടൈം മാറ്റാൻ പറഞ്ഞത്. എത്ര കാലം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇൻഷാല്ല ഈ ബാച്ച് നമ്മളൊരു പകുതി വെച്ച് നിർത്തി പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ബാച്ച് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ടൈമില് ആവുമ്പോ എനിക്കും വരാം, അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിനും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇല്ലല്ല, എന്തായാലും ഞാൻ നിങ്ങളത് എന്തായാലും കംപ്ലീറ്റ് ആകും കേട്ടോ. ഞാൻ വെളിയിൽ വെച്ചിട്ട് എന്താ നിർത്തി പോകില്ല. വേറൊന്ന് തുടങ്ങുന്നതിന്റെ മുന്നേ ഉള്ളതാ ഞാൻ പറഞ്ഞത്. വേറൊന്ന് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും തുടങ്ങുന്നതിന് മുന്നേ പറയുമ്പോൾ ബെറ്റർ ആണ്. അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തി പോകുമ്പോ വേറൊരു ടീച്ചർ വന്നാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ആ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ടൈം മാറ്റിയത്. ഓക്കെ മാം, താങ്ക് അത് യു. കുഴപ്പമില്ല മാം, ഇന്ന് ആദ്യത്തെ ദിവസമായോണ്ടാ ശരിയാവും. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞു, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. റെപ്രസെന്റ് ചെയ്യുന്ന സ്ലൈഡിലില്ല, ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. നോട്ട് എഴുതുമ്പോൾ അത് മാറ്റിയെടുത്ത് എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ when the concentration of all the species involved in a half cell is unity when the electrode potential is known as standard electrode potential. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അളക്കുന്ന ടൈമിൽ നമുക്ക് ഓരോ ഇലക്ട്രോഡിനും ഓരോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ഓരോ ഇലക്ട്രോഡിനും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ ഉള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ആ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പൊ ഓരോ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. സിങ്കിന് സിങ്കിന്റേതായിട്ടുള്ള ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്, കോപ്പറിന് കോപ്പറിന്റേതായിട്ടുള്ള ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട് എല്ലാത്തിനും. അതൊന്നും നമ്മൾ പഠിക്കണ്ട. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോ ഇലക്ട്രോഡിനും അല്ലെങ്കിൽ ഓരോ മെറ്റലിനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ അളക്കുന്ന ടൈമിൽ ഒരു സെല്ല്, ഇത് സിങ്ക് ആണ്, ഇത് കോപ്പർ ആണെന്ന് വിചാരിക്കുക. ഇത് ഓക്സിഡേഷൻ ഹാഫ് സെല്ല്, റിഡക്ഷൻ ഹാഫ് സെല്ല്, ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓരോന്ന് ഫിക്സഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ അളക്കുകയാണ്. അതിൽ എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണെന്ന് നമ്മൾ അളവെടുക്കുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാത്തിന്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. അതായത് അവിടെയുള്ള സൊല്യൂഷൻസിലുള്ള അയോൺസ്, അതിൽ പാസ് ചെയ്ത് പോകുന്ന കറണ്ട്, ഇങ്ങനെ എല്ലാത്തിന്റെയും വാല്യൂ യൂണിറ്റി ആണ്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1നെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയാം. കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഞാൻ പറഞ്ഞു ഓരോ ഇലക്ട്രോഡിനും ഇലക്ട്രോഡിൻ്റെതായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണോ സ്വീകരിക്കാനോ ഉള്ള ഇലക്ട്രോൺസിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓരോ ഇലക്ട്രോഡിനും ഫിക്സഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. അത് ഒരു സീരീസ് ഒക്കെ ഉണ്ട് അതിന്. അതായത് വാല്യൂ കൂടുതൽ മുതൽ താഴത് വരെ എന്നുള്ള പോലെ ഓരോ മെറ്റലിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. അത് ഫിക്സഡ് ആണ്. ഇങ്ങനെ നമ്മൾ ഒരു സെല്ലിന്റെ, ഇപ്പൊ ഇത് സിങ്ക് ആണ്, ഈ സെല്ലിന്റെ ഇത് സിങ്ക് ഇലക്ട്രോഡ് ആണ്.
ഇത് കോപ്പർ ഇലക്ട്രോഡ് ആണ്. അപ്പോൾ സിങ്കിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ അളക്കുകയാണ്. ആ ഒരു സെല്ലിലുള്ള സിങ്കിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ അളക്കുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാത്തിന്റെ വാല്യൂ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ, എല്ലാത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാല്യൂ ഉണ്ടാവും. സപ്പോസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, ഇവിടെയുള്ള ഈ സൊല്യൂഷനിലുള്ള അളവ്, ഈ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് യൂണിറ്റി ആണ്, ഈ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് യൂണിറ്റി ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന കറണ്ട് യൂണിറ്റി ആണ്. അങ്ങനെ എല്ലാത്തിന്റെ വാല്യൂ യൂണിറ്റി ആണ് അല്ലെങ്കിൽ 1 ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. When the concentration of all the species involved in a half cell is unity, when the electrode potential is known as standard electrode potential. Okay? ഓക്കെ മാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ അളക്കുന്നത് ഞാൻ പറഞ്ഞു, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എങ്ങനെയായിരുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് n പ്ലസ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ /m. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? E0 mn പ്ലസ് ബാർ m. E0 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് E0 എന്ന് കൊടുക്കുന്നത്. അപ്പൊ എന്തിന്റെ മുകളിലും 0 കണ്ടാൽ എന്താ? സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് E0 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇതിന്റെ മുകളിൽ ഒരു 0 വന്നേ ഉള്ളൂ. ഓക്കെ മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാണിച്ചു തരാം. ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെൽ റിയാക്ഷൻ എഴുതുന്നത് അല്ലെ? സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ സെല്ല്, നെറ്റ് സെൽ റിയാക്ഷൻ ഒക്കെ എഴുതുന്നത് നമ്മൾ പഠിച്ചു. അതായത് ആനോഡും കാഥോഡിലും കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റുള്ള ലെഫ്റ്റിലും റൈറ്റിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ സെൽ റിയാക്ഷൻ കിട്ടി. അതേപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുമ്പോഴും ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും വേറൊന്നിന്റെ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും തമ്മിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് വേണം നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കിട്ടാൻ. സെല്ലിന്റെ പൊട്ടൻഷ്യൽ കിട്ടണ്ടേ നമുക്ക്? നമ്മൾ ആദ്യം ഒരു സെൽ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യലും ഈ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യലും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. സോ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇ സെൽസ് ഈക്വൽ ടു EC മൈനസ് EA അല്ലെങ്കിൽ ER മൈനസ് EL. അതെന്താന്ന് വെച്ചാല് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അതായത് കാഥോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ ER മൈനസ് EL, അതായത് കാഥോഡ് സൈഡിൽ ഏതാണ്? റൈറ്റ് സൈഡിലാണ് കാഥോഡ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടും. മാം ഒന്നുകൂടി പറയോ? അതിലെങ്ങനെ അത് രണ്ടും അതെങ്ങനെ തന്നെ ഉണ്ടാവുക? അതെന്താണ്? EC അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഇതല്ലേ ആനോഡ്, ഈ ഭാഗല്ലേ ആനോഡ്, ഈ ഭാഗമാണ് കാഥോഡ്. അപ്പൊ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇപ്പൊ ആനോഡ് സിങ്ക് ആണെന്നുണ്ടെങ്കിൽ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം. കാഥോഡ് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ ഉള്ളത് ഏതാ? കോപ്പർ. ഇവിടെ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സെൽ പൊട്ടൻഷ്യൽ കിട്ടി. അപ്പോ ER EL എന്താണെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ R എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡിലുള്ളതാണ്. കാഥോഡ് റൈറ്റ് സൈഡിലല്ലേ, ആനോട് ലെഫ്റ്റ് സൈഡിലല്ലേ. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ER മൈനസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്നിട്ട്
റൈറ്റ് ലെഫ്റ്റ് എന്നാണോ ഉദ്ദേശിച്ച ആറ്? റൈറ്റിലുള്ളത് ലെഫ്റ്റിലുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളൂ. രണ്ടും റൈറ്റിലുള്ളത് ലെഫ്റ്റിലുള്ളത് അല്ലെങ്കിൽ കാതോഡിന്റെ ഓക്കെ സൈഡിലുള്ളത് ആനോഡിന്റെ സൈഡിലുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ അതിൽ നിന്ന് മറ്റൊരു മൈനസ് ചെയ്താൽ നമുക്ക് അതിന്റെ സെൽ പൊട്ടൻഷ്യൽ കിട്ടി. സെൽ അപ്പൊ താഴെ ഇതാ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എന്താ ഒരു മാറ്റവും ഇല്ല. നമുക്ക് E0 കാതോഡ് E0 ആനോഡ് അത്രേ ഉള്ളൂ. വാല്യൂ തരുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ എന്താണോ അത് അതേപോലെ ഒന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം. മാം ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാം കേട്ടോ. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് കേട്ടോ ഈ ഇലക്ട്രോഡ് മോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. അത് പോട്ടെ, ഞാൻ അടുത്ത് എടുക്കുമ്പോ പറയാം. പോട്ടെ, അത് പറഞ്ഞു നിൽക്കട്ടെ കേട്ടോ. അടുത്ത ബാക്കി എടുക്കുമ്പോൾ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ കൺഫ്യൂഷൻ ആയാലോ. സോ ഇന്നെടുത്ത് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഗാൽവാനിക് സെല്ലിൽ വരുന്ന ഡാനിയൽ സെല്ലാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നതൊക്കെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ് ആണ്. സോ ഡാനിയൽ സെല്ലിൽ രണ്ട് ഹാഫ് സെല്ലുകൾ ഉണ്ട്. ഓക്സിഡേഷൻ ഹാഫ് സെൽ ഉണ്ട്, റിഡക്ഷൻ ഹാഫ് സെൽ ഉണ്ട്. ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലോൺ ആണ് അല്ലെ, ലെഫ്റ്റിലാണ് ഓക്സിഡേഷൻ ആണ്, ആനോഡാണ്, നെഗറ്റീവ് ചാർജ് ആണ്. മറ്റത് റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയുമ്പോൾ RRCP ആണ്, റൈറ്റ് സൈഡ് റിഡക്ഷൻ ആണ്, റൈറ്റ് സൈഡിലാണ്, കാതോഡാണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോ ഓക്സിഡേഷൻ ഭാഗത്ത് വരുന്ന സിങ്ക് നമ്മൾ മുക്കി വെച്ചിട്ടുള്ള സിങ്ക് അയോൺസ് തന്നെയുള്ള സൊല്യൂഷനിലാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കോപ്പർ നമ്മൾ മുക്കി വെച്ചിട്ടുള്ളത് കോപ്പർ അയോൺസ് വരുന്ന സൊല്യൂഷനിലാണ്. ഇനി ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എഴുതാനാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ആനോഡിക് റിയാക്ഷൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ അവിടെ ഏത് മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതെ അതിന്റെ അയോൺസ് അങ്ങനെയാണ് എഴുതേണ്ടത്. കാഥോഡിക് റിയാക്ഷന് നമ്മൾ എഴുതുമ്പോൾ ആദ്യം അയോൺസ് എഴുതണം, എന്നിട്ട് മെറ്റൽ എഴുതാൻ പറ്റുള്ളൂ. അതായത് സിങ്ക് 2+2e മൈനസ് ആനോഡും കോപ്പർ 2+2e മൈനസ് കോപ്പർ കാഥോഡും ആ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും തന്നു കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ അത് രണ്ടും ഒന്നിച്ചെഴുതിയിട്ട് അതിൽ കോമൺ വരുന്ന കട്ട് ചെയ്ത് കളയാം. കോമൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കോമൺ വരിക എന്നുള്ളത് നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ വരുന്ന വിധത്തിൽ, അതായത് 2e മൈനസ് എങ്ങനെ ചെയ്താലാണ് വരുന്ന വിധത്തിൽ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ടോട്ടൽ നെറ്റ് സെൽ റിയാക്ഷന് എഴുതുക. അതായത് ലെഫ്റ്റിലുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റിലുള്ളത് റൈറ്റ് സൈഡിലും എഴുതുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ട്രോണിനും ഫിക്സഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് നമ്മൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനാണോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനാണോ എന്നുള്ള ആ ഒരു മെറ്റലിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാ സ്പീഷീസിന്റെയും കോൺസെൻട്രേഷൻ വരുന്നത് യൂണിറ്റി ആണ് അല്ലെങ്കിൽ 1 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇനി ഓരോ ഇലക്ട്രോഡിനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്ത് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്നും ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റൈറ്റ് സൈഡിലുള്ളതിൽ നിന്നും ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും.
അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡാനിയൽ സെല്ലിൽ വരുന്നത്. ഡാനിയൽ സെല്ല് എന്ന് പറയുമ്പോൾ സിങ്കും കോപ്പറും. സിങ്ക് ഓക്സിഡേഷന് ആനോഡിലും കോപ്പർ റിഡക്ഷനും കാഥോഡിലും വരുന്നതാണ്. സോ ആനോഡിന്റെ വാല്യൂ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. എത്രയാണ് വാല്യൂ വരുന്നത്? -0.76 വോൾട്ട് ആണ് സിങ്കിന് വരുന്നത്. അത് ഫിക്സഡ് വോൾട്ട് ആണ്, നമ്മൾ പഠിക്കൊന്നും വേണ്ട, അത് നമുക്ക് തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇനി കാഥോഡ് അറിയുമ്പോൾ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരുന്നത് കോപ്പറിന്റെ വാല്യൂ 0.34 വോൾട്ട് ആണ് നമുക്ക് തരുന്നത്. സോ എന്ത് ചെയ്യണം നമ്മള്? കാഥോഡിൽ നിന്ന് ആനോഡ് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 0.34 എഴുതി, 0.34 എഴുതി, ദെൻ മൈനസ് എഴുതി, ദെൻ ആനോഡിന്റെ എഴുതണം. ആനോഡിന്റെ -0.76 അപ്പൊ -0.76 മൈനസ് വരുമ്പോൾ പ്ലസ് അഡീഷൻ വരും. ആൻസർ നമുക്ക് കിട്ടുക 1.1 വോൾട്ട്. അപ്പൊ 1.1 എന്ന് പറയുന്ന ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെയാണ് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കാണേണ്ടത് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ചിലപ്പോ നമുക്ക് എന്ത് തരും? സെൽ പൊട്ടൻഷ്യൽ വാല്യൂ തരും. എന്നിട്ട് ആനോഡിന്റെ കാഥോഡിന്റെ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് മറ്റേതിൻ്റെത് കാണാൻ ചോദിക്കും. ഏത്? ഒന്നെങ്കിൽ കാഥോഡിന്റെതോ അല്ലെങ്കിൽ ആനോഡിന്റെതോ. അപ്പൊ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിന്റെ വാല്യൂ കിട്ടും. അതായത് കാഥോഡിന്റെ ആനോഡിന്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ ഇതില് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാന് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ അയക്കാം. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ മാം. സ്ലൈഡ് ഗ്രൂപ്പിലിടോ? സൈഡ് ഗ്രൂപ്പിലിടാം. ഞാൻ പറഞ്ഞ പോലെ ഇനി എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തിയറി അല്ല വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് അല്ല, പക്ഷെ ഇതേപോലെ എഴുതി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് അങ്ങനെയാണ്. അപ്പൊ വെറുതെ ജസ്റ്റ് വായിച്ചു പോവാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് എഴുതി തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ലോഡ് ആവില്ല. അന്നെന്നുള്ളത് അന്നെടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിരിക്കും. ഒന്നിച്ച് എക്സാമിന് ഒന്നിച്ച് വരാതെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളോട് എഴുതി പഠിക്കണം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മാത്സ് എഴുതി ചെയ്യണം അല്ലെങ്കിൽ അത് ഓർമ്മ വരില്ല എന്ന് പറയുന്ന പോലെ എഴുതി തന്നെ പഠിക്കാൻ നോക്കുക. ഒരു കാരണവശാലും ഇനി ഒരു പ്രാവശ്യം കൂടി +2 എഴുതാൻ ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അത് കെമിസ്ട്രി സബ്ജക്റ്റ് മാത്രമല്ല പറയുന്ന ഒരു സബ്ജക്റ്റും. +2 ഇതോടുകൂടി നിന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നും ഇല്ലല്ലോ, ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഈ ഒരു കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. നമ്മളെ ഉറക്കമൊക്കെ നമ്മൾ കളയേണ്ടി വരും. നമ്മളെ ആഗ്രഹം പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യല്ലേ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയല്ലേ. അപ്പൊ ചുമ്മാ വെറുതെ ഒന്നും കിട്ടില്ല. നമുക്ക് നന്നായി വർക്ക് ചെയ്താലേ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ ഈ ഉള്ള കാലത്ത് നന്നായി വർക്ക് ചെയ്താൽ നമുക്ക് എന്താണ് വേറെ നമുക്ക് ഉള്ളത് നോക്കാം. അടുത്ത നെക്സ്റ്റ് ലെവൽ നോക്കാം. ഒരേ ലെവലിൽ തന്നെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. നെക്സ്റ്റ് ലെവലിലോട്ട് എന്താ വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത്, ലൈവ് ക്ലാസ് കേൾക്കുന്നതും റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതും എല്ലാവരോടും കൂടിയാ പറയുന്നത്, ഈ ക്ലാസ് കേൾക്കുന്ന ആരും ഒരാള് പോലും നെക്സ്റ്റ് +2 എഴുതാണ്ടാവരുത്. നമ്മൾ മനുഷ്യരാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ എഴുതാൻ പറ്റായി അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എഴുതിയവര് തോൽക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.